വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ ചെറുരൂപം തയ്യാറാക്കി അവിടെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ മാതൃക പ്രദർശിപ്പിക്കുകയാണ് കൊല്ലത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റാൾ. മറ്റ് രക്ഷാദൗത്യ ഉപകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമ മൈതാനിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് ഏറെ നാശം വിതച്ച വയനാട് ചൂരൽമല ദുരന്തത്തിന്റെ മിനിയേച്ചർ രൂപം നിർമ്മിച്ചിട്ടുള്ളത്. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വലിയ മാതൃകകളും സന്ദർശകർക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവിധതരം ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും സന്ദർശകർക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്തെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വലിയ സ്റ്റാളുകളിലൊന്ന് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റേതാണ്. കേരള ഫയർ സർവീസിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായതും സങ്കീർണമായ രക്ഷാപ്രവർത്തനമായിരുന്നു നമ്മുടെ ചുരൽമലയിലേത്. ചുരൽമലയിൽ നമ്മളാണ് ആദ്യമായിട്ട് അവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിൽ എത്തുന്നത്. രാത്രി തന്നെ നമ്മൾ എത്തുകയും തുടർന്ന് നമ്മൾ ഈ സിപ്പ് ലൈൻ അല്ലെങ്കിൽ ടയറോലിൻ ട്രാവേഴ്സ് എന്നുള്ള മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ ആദ്യമായിട്ടൊരു കാഷ്വാലിറ്റി കൊണ്ടുവരുന്നത്. അതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിൻ്റെ തന്നെ ഒരു ഡെമോ ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ആ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ടയറോലിൻ ട്രാവേഴ്സ് എന്നുള്ളൊരു മെത്തേഡാണ്. അതിൽ എങ്ങനെ കാഷ്വാലിറ്റി ഒരു വെള്ളത്തിനടുക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുകയാണെങ്കിൽ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തത്. മെയ് 14 ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ കൊല്ലം പതിപ്പ് 20 വരെയാണ് ആശ്രമം മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.